ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു തട്ടിക്കൂട്ട് പായസം. അതായത് പായസം മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി അത് ഫ്രിഡ്ജിൽ കിടക്കണം. അപ്പോൾ ഇന്നെന്തായാലും ലീവല്ലേ, വർക്കൊക്കെ ചെയ്ത് വന്ന ശേഷം ഒന്ന് ഫ്രീ ആയപ്പോൾ തട്ടിക്കൂട്ട് പായസം ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം അടികട്ടിയുള്ള ഇതുപോലത്തെ ഒരു പാത്രം വെക്കുക. അതിനകത്തേക്ക് നമ്മുടെ ഈ മിക്സ് അങ്ങ് പൊട്ടിച്ചിടാം. പൊട്ടിച്ചിട്ട ശേഷം അതിന് ആവശ്യമായ ഒരു മുങ്ങിക്കിടക്കണ വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിപ്പം 1.5 കപ്പ് 2 കപ്പ് നമ്മളെടുത്ത മിക്സിൻ്റെ അളവിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എനിക്കിങ്ങനെ സങ്കടമൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ കയ്യിലിട്ട് ഇളക്കാറാണ് പതിവ്. എന്താ പറയുക, മറ്റേ സിനിമയെ പറയണ പോലെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്തിട്ട് അത് നമ്മൾ എടുത്ത് നോക്കുക. അതിൻ്റെ അട കൈ കൊണ്ട് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും വെന്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 2 കവർ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. കാരണം മധുരം നോക്കിയിട്ട് ഒഴിച്ചാൽ കേട്ടോ, പിന്നെ വേണമെന്നുണ്ടാവില്ല. അത് മിക്സ് ആയത് കാരണം എല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാവും. വേറെ തന്നെ ഒരു മധുരത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഏലക്കായൻ്റെ കൂടെ കുറച്ച് മധുരം കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡിൻ്റെ കുറച്ച്, ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല, ഒരു 3-4 സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അവസാനം നമ്മൾ തിളച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി നെയ്യിൽ വറുത്തിടുക. അപ്പോൾ പായസം റെഡി. ഇത്രയേ ഉള്ളൂ സംഭവം, തട്ടിക്കൂട്ട പായസം. അപ്പം ഞാനും മോനൂട്ടിന് ഇങ്ങനെ കാത്തിക്കായിരുന്നു. പായസം ഉണ്ടാക്കുന്ന സമയം തൊട്ട് അവൻ ആയോ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവനും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കി. അവൻ പറയണേ സൂപ്പറാണെന്നാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.